നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്കെതിരെ പീഡന ആരോപണം വരാത്തത് അദ്ദേഹം അതിന് പോകാത്തത് കൊണ്ടാണ് എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് നടി ജീജ സുരേന്ദ്രൻ. അദ്ദേഹത്തെ പോലെയൊക്കെ പുരുഷന്മാർ ലോകത്ത് എത്ര പേരുണ്ട്? 1000-1 എന്ന് പോലൊരു മനുഷ്യനാണ്. മമ്മൂട്ടിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് നടി സുകുമാരിയാണ്. മമ്മൂട്ടിയെ കുറിച്ച് എല്ലാവരും പറയുന്നത് സീരിയസ് ആയ ഒരാൾ എന്നായിരുന്നു എനിക്ക് മനസ്സിൽ. എന്നാൽ അങ്ങനെയല്ല. പുള്ളി സീരിയസ് ആണെന്നൊരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതല്ലാതെ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. സുകുമാരി ചേച്ചിയോട് കാണിച്ച സ്നേഹമൊക്കെ ഓർക്കുമ്പോൾ അത് കൊതിച്ചു പോകും. മമ്മൂക്ക ഒരു ജമ്മാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒക്കെ പുണ്യം ചെയ്തവരാണ്. മമ്മൂട്ടിക്ക് അതാണ് സ്വർഗം. അദ്ദേഹം അത് സ്വർഗമായി തന്നെ കൊണ്ടു നടക്കുന്നു. മോഹൻലാലും ഭാര്യ സുചിത്രയും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നത് നിങ്ങൾ കണ്ടോ? മോഹൻലാലിന്റെ കാര്യത്തിൽ മാത്രം സ്ത്രീ വിഷയങ്ങൾ മാത്രം പറയുന്നവരുടെ എതിർപ്പുണ്ട്. മുൻപ് അഭിമുഖത്തിൽ 3000 സ്ത്രീകളല്ല, അതിനു മുകളിൽ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞത് ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കൂ. ലാലിന് കൈ കൊടുക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് തോന്നുക. അവർക്ക് ദൈവം അനുഗ്രഹിച്ച മനുഷ്യരാണ്. ഒരു അഭിമുഖത്തിനിടെയായിരുന്നു ജീജയുടെ ഈ പ്രതികരണം. സംവിധായകൻ, നിർമ്മാതാവ്, പ്രൊഡക്ഷൻ കൺട്രോളർ, തിരക്കഥാകൃത്ത് എന്നിവരുടെ ബെൽറ്റ് ഗ്രൂപ്പുമുണ്ട് ഇവിടെ. അവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇവരെ താലോലിച്ച് പോകുന്നവരുണ്ട്. അതിനൊന്നും നമ്മളെ കിട്ടില്ല. അവസരം കിട്ടേണ്ടതുകൊണ്ട് പലതും കണ്ടാലും കേട്ടാലും ഒക്കെ മിണ്ടാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറയുന്നു. ഒരു യൂട്യൂബിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം. കേൾക്കുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥകളിൽ മൗനം പാലിച്ചു പോകാറുണ്ട്. നടന്മാർ അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന പീഡന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ഒരാൾ മറ്റൊരാളെ പറ്റി ആരോപണം പറയുമ്പോൾ ആ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ എന്നോട് നന്നായിട്ട് പെരുമാറിയതെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുകയുമില്ല. ഒരു പുരുഷനും സ്ത്രീയും സ്നേഹിച്ച് അവരുടെ അൾട്ടിമേറ്റ് ആളെ പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലല്ലോ. ഒരു മുറിയിലേക്ക് ഇരുവരും പോയാലല്ലേ സ്നേഹവും പ്രേമവും ഒക്കെ നടക്കൂ. പബ്ലിക്കിൽ നടക്കില്ലല്ലോ. ഒരു സ്ത്രീ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുമോ? സിനിമ മാത്രമല്ല, എവിടെയും എല്ലാം കഴിഞ്ഞിട്ട് അവനെ നന്നായി പിഴിഞ്ഞ് പണം കുറവെന്ന് തോന്നുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പരിഹാസമായിട്ട് തോന്നുകയുള്ളൂ എന്ന് അവരുടെ പുച്ഛമാണെന്ന് പറയുന്നുണ്ട്. പീഡനമെന്ന് എങ്ങനെ പറയും? ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ചവരൊക്കെ വളരെ പ്രമുഖരാണ്. ഒരാൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഇയാളുടെ മുറിയിൽ പോകാതെ എങ്ങനെയാണ് അയാൾ എന്നെ പീഡിപ്പിക്കുക? നമ്മളെ തൊട്ടാൽ നമ്മൾ അടിക്കില്ലേ? അതിനു പകരം റൂമിൽ പോയി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് പീഡിപ്പിച്ചോ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? രണ്ടുപേരും എൻജോയ് ചെയ്തിട്ട് അതിന് പീഡനം എന്ന് പറയുന്നത് തെറ്റാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ ആരോപണം ഉയർത്തുന്നു. പാവങ്ങൾ പുരുഷൻ അതിന്റെ പേരിൽ അനുഭവിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ മാറ്റേണ്ടത്. സർക്കാർ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം നൽകണം. ഇനിയുള്ള കാലത്ത് സ്ത്രീയും പുരുഷനും സമമാണ് എന്നവർ പറയുന്നുണ്ട്.